ഹലോ, ഗുഡ് മോർണിംഗ്. ടൈനി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിയോ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഞാൻ ലിയോയും കൂടെ ഞായറാഴ്ച രാവിലെ ഇങ്ങനെ വന്നിരിക്കുകയാണ് വെളിയിൽ. ഇന്ന് ഒരു മൂഡ് ഇല്ലാത്ത സൺഡേ, ഒരു റിലാക്സ് ചെയ്യുന്ന സൺഡേ. അപ്പോൾ ഞങ്ങൾ രാവിലെ കഴിച്ചതാ അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ സമയം ഒരു 10-10:30 കഴിഞ്ഞിട്ടുണ്ടാവും. രാവിലത്തെ മെയിൻ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഈ സിറ്റ് ഔട്ടിലിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ലോണ്ട്രീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നനച്ച് ഉണങ്ങാനായിട്ട് കൊണ്ട് വിരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനും ഏട്ടനും കൂടെ ഒന്ന് കറങ്ങാൻ പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സൺഡേ ഔട്ടിംഗ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോകുന്നതിന് മുന്നേ ടെറസിൽ വിരിച്ചതിൽ ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഞാൻ ടെറസിലേക്ക് കയറിയതാണ്. അപ്പോൾ എനിക്ക് കൂട്ട് ലിയോയും വന്നിട്ടുണ്ട് ടെറസിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് താഴെ കൊണ്ടുവന്നു. സത്യത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞാനും ഏട്ടനും ഇതുവരെ പ്ലാൻ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോർമലി ഇങ്ങനെയാണ്, സൺഡേസിലൊക്കെ പുറത്ത് പോകുന്ന വഴിക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാം, എങ്ങോട്ട് പോകണം എന്നുള്ളത് ഇറങ്ങിയിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളൊരിതിന് രാവിലെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ലിയോ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് പോകുന്നത് കാണുമ്പോൾ അവനറിയാം, നമ്മുടെ ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാവും നമ്മൾ പുറത്ത് പോവുകയാണെന്ന്. പിന്നെ അങ്ങ് ശോകമാണ്. ശോകം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ നമ്മളെ കാണിക്കത്തക്ക രീതിയിൽ ഭയങ്കര ഡെസ്പടിച്ചൊക്കെയാണ് പുള്ളി നടക്കാറ്. മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം ഓൾമോസ്റ്റ് 11:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നോർമലി ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ വെക്കാറില്ല. എങ്ങോട്ട് പോകണം എന്നുള്ളത് ഇറങ്ങിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയും ഇല്ലായിരുന്നു. പോകുന്ന വഴിക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു രീതിക്കാണ് ഇറങ്ങിയത്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ലുലുവിൽ പോകാമെന്ന്. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ലുലുവിലേക്ക് തിരിച്ചു. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ പ്ലാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ലുലു എന്നുള്ളത് മാറ്റി ഞങ്ങൾ ആദ്യം വേളിയിലേക്ക് പോകാം എന്നുള്ളതായി. വേളിക്കായലിൽ ഒന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഈ നട്ടരിയാന വെയിലത്ത് ഒരാവശ്യമില്ലാതെ ഞങ്ങൾ വേളിക്ക് പോയി. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തോ അങ്ങനൊരു നമ്മൾ പറയില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ച് പറയുന്നു, അങ്ങനത്തെ ഒരു വിളിയൊക്കെ വന്നിട്ട് പോയതാണ്. ഞങ്ങൾ വേളിയിലെത്തിയപ്പോൾ സമയം ഓൾമോസ്റ്റ് 12-12:15 ആയിട്ടുണ്ട്. അതായത് നട്ടപ്പുറ വെയിൽ. ഞാൻ ഈ പാലത്തിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒന്നും കണ്ടുകൂടാ. ഫ്രണ്ടിലുള്ളത് ഇരുട്ടാ, മൊത്തത്തിൽ കണ്ണിൽ വെട്ടം അടിച്ചിട്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എന്തിനാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ വരണമെന്ന് ആവശ്യപ്പെട്ട് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ട് നല്ല വെളുവിളാന്നിരുന്നതാണ്. ആ വെയിലടിച്ചെല്ലാം പോയി. അങ്ങനെ ഇത് അവിടുത്തെ ഒരു കലാപരിപാടിയാണ്. അവിടെ വരുന്ന മിക്കവാറും എല്ലാവരും അനുഷ്ഠിക്കുന്നൊരു ആചാരമാണിത്, അവിടുത്തെ ഊഞ്ഞാലാട്ടം. നിർബന്ധമായി ഞാൻ ഇത് പാലിക്കാറുണ്ട്. ഒരു ഊഞ്ഞാലിലെങ്കിലും കയറിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ലുലുവിലേക്കാണ് തിരിച്ചത്. അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിക്കണമല്ലോ, കാരണം ലഞ്ച് എടുത്തിട്ടില്ല. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് അടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ലഞ്ചിന് ഓർഡർ ചെയ്യാനായിട്ട് മെനു കാർഡൊക്കെ എടുത്ത് വലിയ കാര്യത്തിന് പഠിക്കുന്നുണ്ട്. ചുമ്മാ വെറുതെ പഠിക്കുന്നതാണ്. ഇത് വായിച്ചിട്ട് എല്ലാ പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഏട്ടനും അതാ ചോദിക്കുന്നത്, എന്തിനാണ് ഈ കുത്തിയിരുന്ന് വായിക്കുന്നത്? സ്ഥിരം പറയാറുള്ള സാധനം പറയാൻ തന്നെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കിലുക്കത്തിലെ തിലകൻ ഇരിക്കുന്നത് പോലെ അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ വെയിറ്റർ ആദ്യം ഗ്ലാസ്, പിന്നെ പ്ലേറ്റ്, ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവച്ചിട്ട് പോകണം. അപ്പം ഞാനിപ്പോൾ അതാ പറയുന്നത്, മറ്റേ കിലുക്കത്തിൽ തിലകൻ ഇരിക്കുന്നത് പോലെ ഇവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ വരാനായിട്ട് ഞങ്ങളവിടെ കാത്തിരുന്ന് അവസാനം ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണിയും ജ്യൂസും ഒക്കെ എത്തി. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചത് അടുത്ത ലുലുവിലേക്കായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് പർച്ചേസിങ് ഉണ്ടായിരുന്നു. വലിയ സാധനങ്ങളൊന്നുമില്ല. എന്തെങ്കിലും സംതിങ് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ ലുലുവിലേക്ക് പോകാറുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടുത്തെ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ പോയൊക്കെയാണ് വാങ്ങുന്നത്. അപ്പം എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 സാധനങ്ങൾ മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കുണ്ട്, നല്ല ആവശ്യത്തിൽ കൂടുതൽ തിരക്കുണ്ട്. അപ്പോൾ പിന്നെ കയറി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരാനായിട്ട് നിന്നപ്പോഴാണ് എനിക്ക് ഈ വരുന്ന വെനസ്ഡേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് ഒരു ഗിഫ്റ്റ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു ബേബി വേൾഡിൽ നിന്ന് വാങ്ങാമെന്ന്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, നോക്കുന്നെങ്കിൽ നോക്ക്, എന്നാൽ നമുക്ക് അവിടെ നിന്ന് ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന്. അപ്പോൾ ടോയ്സ് മേടിച്ചാലോ എന്നൊരു സജഷൻ ഞാനിങ്ങനെ വച്ചു. പക്ഷേ എനിക്ക്
അവൻ ഏത് തരത്തിലുള്ള ടോയ്സിനോടുള്ള താല്പര്യകക്ഷിയാണെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ ടോയ്സ് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇതിനകത്ത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട പേട്ട അവിടെ നിന്നോട് പറയുന്നത് ഞങ്ങൾ 2 പരിചയക്കാർ അവിടെ നിന്ന് കാര്യം പറയുന്നു എന്നിങ്ങനെ ഒരു കമൻറ്റ് പാസ്സാക്കുന്നുണ്ട്. ഞാനത് മൈൻഡാക്കിയില്ല, ഇങ്ങ് പോന്നു. താഴെ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഇത് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഫുഡ് കോർട്ട് അവർ ഇത് ചെയ്യുന്നതാണ്. എന്തോ ഭയങ്കര പണികളൊക്കെ നടപ്പുണ്ട്. ഫുൾ ലൈറ്റ് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അവർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടുന്ന് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ തകരപ്പറമ്പിലെ മൊബൈൽ പോയിന്റിലൊന്ന് കയറി. ഏട്ടൻ്റെ ഹെഡ്സെറ്റ് പോയി. അപ്പം അത് പുള്ളിക്ക് വാങ്ങണമെന്നും പറഞ്ഞിട്ട് നമ്മൾ തകരപ്പറമ്പിലെ മൊബൈൽ പോയിന്റിൽ കയറി. അവിടുന്ന് അതും വാങ്ങിച്ച് അതും സെറ്റാക്കിയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ വരുവാണ്. പിന്നെ റോഡിൽ ഇറങ്ങിയ നിർബന്ധമായി നമ്മൾ ബേക്കറിയിൽ നിർത്തണമെന്നുള്ളത് എനിക്കെന്തോ പണ്ടേ ഉള്ളൊരു ശീലമായിപ്പോയി. അങ്ങനെ ബേക്കറി കണ്ടതും പെട്ടെന്ന് എനിക്ക് വെള്ളം ദാഹം ഉണ്ടാകുകയും അത് ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിക്കുകയും പുള്ളി എനിക്ക് വെള്ളം വാങ്ങിക്കാനായിട്ട്, വെള്ളം തന്നെ ജ്യൂസ് വാങ്ങിക്കാനായിട്ട് ഞങ്ങളിവിടെ, ഇത് നമ്മുടെ സ്ഥിരം കയറുന്ന ബേക്കറിയാണ്, ഇവിടെ കരമന കിള്ളിപ്പാലത്തുള്ള സ്വീറ്റ് റാണി എന്ന് പറയുന്നുള്ള ബേക്കറിയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഡ്രിങ്ക്സൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കാണ്. ഇത് ആഴാങ്കൽ വാക്ക് വേ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവർ വിപുലീകരിച്ചതാണ്. കുറച്ച് നാളായി, പക്ഷേ ഇത് പണി ചെയ്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നതല്ലാതെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുവരെ അങ്ങോട്ട് പോയില്ലല്ലോ, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 കൂടെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ്, അതായത് നല്ല കാറ്റൊക്കെ കൊണ്ട്. ഇതിപ്പോൾ നമ്മുടെ കരമനയാറിൻ്റെ അടുത്തായി ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഇത് കാണില്ലേ കമ്പി, ഇതിനപ്പുറത്ത് ഒഴുകുന്നത് കരമനയാറാണ്. അപ്പം ആറ്റിൽ നിന്നുള്ള നല്ല കാറ്റും ഒക്കെ അടിച്ചിട്ട് നല്ലൊരു വൈബ്, എന്തോ നമുക്കൊരു പ്ലസൻറ്റ് വൈബ് ഫീൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. എനിക്ക് എന്തോ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഈവനിങ് വാക്കൊക്കെ പോകുന്നവർക്ക്, ഇപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴും ഒരുപാട് പേര് ഈവനിങ് വാക്കിനൊക്കെ വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ചില ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ അവിടെ വന്ന് നേരത്തെ ഞാൻ കാണിച്ചു തന്ന അവിടെ വന്നിരിക്കുകയും അങ്ങ് നടക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ബർത്ത്ഡേ ബോയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞങ്ങളുടെ ബേബി വേൾഡിൽ വന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്, ഏതെടുക്കണ്ട എന്നുള്ളത്. കാരണം കുഞ്ഞു കുട്ടികൾക്കുള്ളതല്ലേ, അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആരും പറയും പോലെ നമ്മൾ വച്ചിട്ടിങ്ങി വരാൻ തോന്നില്ല. അങ്ങനത്തെ ഭംഗിയുള്ള ഡ്രസ്സുകളായിക്കോട്ടെ, ടോയ്സ് ആയിക്കോട്ടെ. ഞാനൊരു 4 എണ്ണം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, ഇതിലേതെടുക്കും എന്നുള്ള കൺഫ്യൂഷനാക്കിയിട്ട്. അതിൻ്റെ കൂടെ അവിടെ നിന്ന് ആ കുട്ടിയാണെങ്കിൽ എനിക്ക് അടുത്തടുത്ത കളക്ഷനുകൾ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ 2 കൽപ്പിച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് എടുത്തിട്ട് ഇത് മതി, ഇനി എനിക്ക് ഒരെണ്ണവും കാണിച്ചു തരണ്ട, കണ്ടാൽ ഞാനിങ്ങി വരില്ല എന്നും പറഞ്ഞിട്ട് അതും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങ് പോന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം കാഴ്ചയാണ്. നമ്മൾ വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ലിയോ. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ 2 പേരായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ആദ്യം വണ്ടിയിൽ കയറി ഒരാളിനെ കൊണ്ടുവന്ന് വീടിൻ്റെ നടയിലാക്കും. അയാളെ സ്വീകരിച്ച് വീടിൻ്റെ നട വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് അവിടെ നിന്ന് വീണ്ടും വരും അടുത്ത ആളിനെ സ്വീകരിക്കാനായിട്ട്. അവനെ തന്നെ 2 പേരെയും നിർബന്ധമായിട്ട് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം. അത് അവൻ്റെ ഭയങ്കര ഇഷ്ടങ്ങളിലൊന്നാണ്. അങ്ങനെ ഏട്ടൻ എന്നെ നോക്കണം, കയറി വരല്ലേ, അവിടെ നിൽക്കണം, ഞാൻ ഏട്ടനെ കൊണ്ടാക്കിയിട്ട് വരാമെന്നുള്ള രീതിക്ക്. അതുകൊണ്ട് ഏട്ടനെ കൊണ്ടാക്കിയിട്ട് അടുത്ത് എന്നെ വിളിക്കാൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ റൗണ്ട്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളെത്തി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.